ഏതൊക്കെ രീതിയിൽ ഹെയർ കട്ടിങ് എന്തെല്ലാം രൂപത്തിലാ സുബ്ഹാനല്ലാഹ്. ഇപ്പൊ ഞാൻ പറഞ്ഞ ചെറുപ്പക്കാരനെ ചിലപ്പോൾ വണ്ടി തടഞ്ഞു വിടും. ഇവിടെയുള്ള ചെറുപ്പക്കാരെല്ലാം അൽഹംദുലില്ലാഹ് അങ്ങനൊന്നുമില്ല. ഹൈറ എനിക്കൊക്കെ പോകണം, ഇച്ചിരി ദൂരം പോകാനുണ്ട്, വണ്ടി എത്ര മണിക്കാണ് 2 ബസ്. അപ്പൊ അതുകൊണ്ട് ഇത്ര എന്തൊക്കെ ഞാൻ ചിരിച്ചു പോവാ. ചിലത് മുടി പോയി. പണ്ടൊക്കെ ഒരു ചീപ്പ് സാധാരണ മക്കളുടെ അൽഹംദുലില്ലാഹ് കൊച്ചുമക്കൾ ആ ഒരു ചീപ്പ്, ഇങ്ങനൊരു ചീപ്പ് അല്ല ഇങ്ങനൊരു ചീപ്പ് റാഹത്ത് അൽഹംദുലില്ലാഹ് അവർ പോകും, സ്കൂളിൽ പോകും. ഇതിപ്പം ഒരു 2 ജീപ്പാ പേടിച്ചു പോകും. നമ്മളെനിക്കും പടക്കം പൊട്ടിക്കാൻ പോയെന്ന് 2 ജീപ്പ് എടുത്തിട്ട് ഇങ്ങനൊരു പിടുത്തവാ. ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ വിളിച്ചു ആരുടെ അവൻ തൊഴുകുന്നത്. സംഭവം എന്തോ കൊമ്പ് പോലെ ഇങ്ങനെ ഇരിക്കുക, ആരുടെ കുത്താമര പോത്ത്. ഏതെല്ലാം ഹെയർ സ്റ്റൈലാ. ഞാൻ വെറുതെ പറയുന്നതാണോ? ആലോചിച്ച് നോക്കി, എന്തെല്ലാം കോക്രികളാ നമുക്ക് അല്ലാഹു തന്ന തലമുടിയിൽ കാണിച്ചു വെക്കുന്നത്. വരമ്പ് വെട്ടുന്നവരുണ്ട്, ചരിവ് വെട്ടുന്നവരുണ്ട്, കുളം വെട്ടുന്നവരുണ്ട്, ഏതെല്ലാം ഐറ്റമാ. കൂടുതലൊന്നും പറയുന്നില്ല. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു മക്കളെയൊക്കെ നന്നാക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ചെല്ലുന്ന ബെയ്ത്ത് ആത്മാർത്ഥമായി ഖിലാസോടുകൂടി ചെല്ലുക. സഹോദരിമാർ വിചാരിച്ചോ നമുക്ക് പിന്നെ മുടിയൊക്കെ നമ്മളെല്ലാം മറച്ചു നടക്കുന്നതുകൊണ്ട് നമ്മളെയൊക്കെ അതിൽ നിന്ന് ഒഴിവാ. നിങ്ങളുടെയൊക്കെ കട്ടിങ്, യു കട്ടിങ്, വി കട്ടിങ്, ഡബ്ല്യു കട്ടിങ് ഒന്നും പറയുന്നില്ല. സുബ്ഹാനല്ലാഹ്, ഒരു പർദ്ദ കിട്ടിയാൽ തന്നെ ഏതൊക്കെ കൊല്ല പർദ്ദയുടെ കാലമൊക്കെ കഴിഞ്ഞു. എന്തോ തോന്നിയാലും ഉള്ള കാര്യം പറയണമല്ലോ. പാശ്ചാത്യം നോക്കുമ്പോൾ മുസ്ലിം പെണ്ണുങ്ങളൊക്കെ അൽഹംദുലില്ലാഹ് നമ്മുടെ ഉലമാക്കൾ മുൻകാലത്ത് വഅദ് പറഞ്ഞതുകൊണ്ട് എല്ലാവരും നല്ല പർദ്ദയിട്ട് ശരീരം ഒരിക്കലും ഒരു സ്കെയിൽ കൊണ്ടും അളന്നെടുക്കാൻ പറ്റാത്ത നിലക്ക് നല്ല നിലക്ക് അവർ ജീവിച്ചു നടന്നു. നോക്കുമ്പോൾ വിചാരിച്ചു ഇനി ഇപ്പൊ പർദ്ദയിൽ അവർ പരിപാടി നടത്തിയെങ്കിലേ പറ്റും. ഇപ്പോൾ പർദ്ദ അങ്ങനെ ആക്കിയത് തന്നാൽ പിന്നെ റാഹത്ത. പണ്ടുള്ള ചുരിദാറിനേക്കാളും മോശമാണ്. ഇവിടുത്തെ പെണ്ണുങ്ങളുടെ പർദ്ദയല്ല, എനിക്ക് പോകണം. ഇവിടുത്തെ പെണ്ണുങ്ങളുടെ പർദ്ദയല്ല, അങ്ങ് കൊല്ലം എറണാകുളം ആ ഭാഗത്തുള്ള പെണ്ണുങ്ങളുടെ പർദ്ദയെക്കുറിച്ചായി പറയുന്നത്. ആലോചിച്ച് നോക്കുക, നല്ല പർദ്ദ കടയിൽ നിന്ന് കിട്ടും. കൊണ്ടുവന്നൊരു ചെത്തിയൊരുക്കുണ്ട്. ചെത്തിയൊരു നമ്മൾ ഈ ഇളനീരി എത്തുന്നവരൊരു ചെത്ത അവിടെ ഇവിടെയൊക്കെ ഒന്ന് ചെത്തി ഒന്ന് രൂപപ്പെടുത്തി ഒന്ന് പരുവപ്പെടുത്തി എടുത്തു കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, ഇബ്ലീസ് പോലും തോറ്റു. പടച്ചോൻ കാക്കുമാറാകട്ടെ. കുറ്റപ്പെടുത്തുകയല്ല, ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാ പർദ്ദ ഇടുന്നത്. നിങ്ങളുടെ സലാമത്തിനും റാഹത്തിനും നിങ്ങളുടെ നാളെയുള്ള ലോകത്തിന്റെ വിജയത്തിനും വേണ്ടിയിട്ടും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയ പത്നിമാരോടൊത്ത് അവിടുത്തെ മകളോടൊത്ത് സ്വർഗത്തിൽ കടക്കാൻ വേണ്ടിയിട്ടുമാണ്. അപ്പൊ നമ്മൾ ഇടുന്ന പർദ്ദ അത് സേഫാണോ? നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും അംശഭാഗങ്ങൾ ആർക്കെങ്കിലും അളന്നെടുക്കാൻ പറ്റുന്ന രൂപത്തിലാണോ? മാറ്റുക, കെട്ടഴിച്ചു വിടുക, ആ തയ്യൽ പൊട്ടിച്ചു വിടുക. അല്ലാതെ യാതൊരു നിവൃത്തിയില്ല, പറയാതിരിക്കാൻ നിർവാഹമില്ല. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് നിങ്ങളെ ദീർഘിപ്പിക്കുന്നില്ല, നിർത്തി ബുദ്ധിമുട്ടാക്കുന്നില്ല. എല്ലാവരും ആത്മാർത്ഥമായി ഞാൻ ചൊല്ലുന്ന ബൈത്തുകൾ ചൊല്ലുന്നതിന് മുമ്പ് ഹിദായത്തുൽ ഇസ്ലാം സുന്നി ജനസംഘത്തിലെ മുഴുവൻ മെമ്പർമാരും അങ്ങോട്ട് വേദിയിലേക്ക് വരണം. ഷമീർ, ഹാരിസ്, നൌഷാദ്, റിയാസ്ക, മനാഫ്, അഫ്സൽ, ഫൈസൽ, ഹബീബ്, സൈഫു, സത്താർ, മഹ്സിൻ, ഷഹീദ്, നജീബ്, യൂനുസ്, ഷാജഹാൻ, സൈനു, റോഷൻ, ശിഹാബ്, സുഹൈൽ, റാഷിദ്, അജ്മൽ, നാസിമുദ്ദീൻ. ബാക്കിയുള്ള ഈ പേര് വിട്ടുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും വരണം ഇൻഷാ അല്ലാഹ്. എല്ലാവരെയും നിർത്തി നമ്മുടെ പരലോക വിജയത്തിന് വേണ്ടിയും ഇനിയും ഇതുപോലെ നല്ല സംരംഭങ്ങൾ നമുക്ക് കാഴ്ചവെക്കാൻ വേണ്ടിയും അത് പ്രത്യേകം ദുആ ചെയ്യും. കൂട്ടത്തിൽ നമുക്ക് 10,000 രൂപ നമ്മുടെ ഈ പരിപാടിയിലേക്ക് സംഭാവന ചെയ്ത ആലങ്ങാട്ട് സൈഫു പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ വിഷയവും ഉസ്താദിനെ ഏൽപ്പിക്കുന്നു. അതുപോലെ ഇതുമായി സഹകരിച്ച് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകളെ സമീപിച്ചപ്പോൾ പലരും പല ഉദ്ദേശങ്ങളും പറഞ്ഞിട്ടുണ്ട്. എല്ലാം ബഹുനിര ഉസ്താദിനെ ഏൽപ്പിച്ച് ബൈത്ത് ചൊല്ലി ദുആയിലേക്ക് പ്രവേശിക്കുന്നു. Allah 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 Ya Sayyidi irham lana Ya Sayyidi irham lana Ya Sayyidi irham lana Ya Sayyidi irham lana Allah 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 Allah
اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم أنزله المقعد المقرب عندك